ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത്, പിന്നെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്ത എന്താ, റീച്ച് കിട്ടില്ലേ, അങ്ങനെ കുറെ പേര് ചോദിച്ചിരുന്നു. സോ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത് ഞാനൊരു മടിച്ചാണ് ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാൻ മടിയാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയാണ്. സോ ടോട്ടലി ഞാനൊരു മടിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുക്കാത്തത്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ വെച്ചിരിക്കും. പക്ഷെ എനിക്ക് മടി കാരണം ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പോകും. സോ റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, സെൻഡ് മീ അനോണിമസ് മെസ്സേജസ്. സോ കുറേ പേര് എനിക്കതിന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അൺനെസസറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. സോ അതൊക്കെ ഞാൻ എടുത്തിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ഫ്യൂച്ചർ ജോബിലേക്ക് എത്ര സാലറി ഉള്ളതാണ് ഇഷ്ടം, എന്തോ എത്ര സാലറിയാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സാലറിയോട് വലിയ ഒരു ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് ഉണ്ട്. സോ അതിന് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. അപ്പൊ അത് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ കുറെ ഹായ് ഹലോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം കമ്പനി അടിച്ച് നടക്കാൻ താല്പര്യമുണ്ടോ, അതൊക്കെ കുറച്ച് സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടേക്കുവാണ്. പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ എന്താ കാരണം? ഹ്യൂമാനിറ്റീസ് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതാണ്. എനിക്ക് എന്താ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് മാത്സ് ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് ഉണ്ട്. സോ അതിന് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗൈസ്. സോ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഐ തിങ്ക് യു വിൽ സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ള റീസൺ എങ്കിലും യൂട്യൂബിൽ ഇട്ടാൽ കൊള്ളാം എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാം. അതിപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറയണമെന്നൊന്നുമില്ല. ഞാനങ്ങനെ അതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാതെയാണ് നല്ലത്. പിന്നെ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്നെ അറിയണം എന്നുണ്ടെങ്കിൽ അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുക. സോ അവർക്ക് എന്താണെന്ന് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് ഇടാമല്ലോ, ഡയറക്റ്റ് ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫുൾ റീസൺ പറഞ്ഞുതരാം. ആരും വിഷമിക്കേണ്ട, വന്ന് ചോദിച്ചാൽ മതി, നേരിട്ട് ചോദിച്ചാൽ മതി, നേരിട്ട് നല്ലപോലെ പറഞ്ഞു തരും. ഓക്കെ, യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടില്ലായിരുന്നോ, അഖിൽമാരാർ കാരണം എനിക്ക് TV കിട്ടിയെന്ന്. അഖിൽമാരാറെ അത്ര ഇഷ്ടമാണോ? ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഖിൽമാരാറെ. അഖിലേട്ടൻ ഫാനാണ് ഞാനത്. അഖിലേട്ടൻ കാരണമാണ് TV കിട്ടിയെന്നൊക്കെ പറയാം, സത്യമാണ്. എനിക്ക് ബിഗ് ബോസ് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ TV അടിച്ചു പോയിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ TV അടിക്കാൻ വന്നിട്ട് അച്ഛനും അമ്മയും കേട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ബിഗ് ബോസ് കാണണം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ എനിക്ക് മേടിച്ചതേ. അഖിൽമാരാർ ഫാനാണ്. എൻ്റെ വീട്ടിലുള്ള അമ്മയും അഖിൽമാരാർ ഫാൻ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് TV കിട്ടിയത് ഗൈസ്. മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ് അങ്ങനെ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുന്ന ഒരാളാണ്. സോ എനിക്ക് ഒരുപാട് ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ എടുത്തു ചോദിച്ചാൽ എനിക്ക് 10th റിസൾട്ട് വരുന്നതിൻ്റെ അന്ന്. സോ അന്ന് എനിക്ക് എല്ലാ സബ്ജക്റ്റിലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാത്സ് അത്ര ഇഷ്ടമല്ല. സോ മാത്സിന് ഞാൻ വിചാരിച്ചു A+ പോയി എന്ന് പറഞ്ഞിരുന്നതാണ്. അമ്മയടുത്ത് ഞാൻ പറഞ്ഞു A+ പോയി. അപ്പം അമ്മ പറഞ്ഞു റിസൾട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സീനായിട്ടിരുന്ന ഗൈസ്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+. അപ്പോൾ എനിക്കത് വിശ്വസിക്കാനേ പറ്റില്ല. ഈ മാത്സിന് A+ പോകുമെന്ന് വിചാരിച്ചിരുന്നത്. സോ ആ ഒരു മൊമെന്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. കാരണം നമ്മുടെ ഈ 10, +2 ആ റിസൾട്ടൊക്കെ നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, അന്ന് വരെ നമ്മളെ അറിയാത്ത എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ പേരൻസ് ഒക്കെ അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രൗഡായിട്ട് നിൽക്കണ്ടേ. അപ്പം ഫുൾ A+ എന്ന് പറയുന്നത് ഇപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ കാര്യം കേട്ടോ. സോ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. സോ അതാണ് ക്യൂട്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അംബീഷൻ എന്താണ്, വാട്ട്സ് യുവർ ഡ്രീം, അംബീഷൻ അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, കോളേജ് ലെക്ചർ ആവാനൊക്കെ ഇഷ്ടമാണ്. സോ അതൊക്കെയാണ് എൻ്റെ അംബീഷൻ. സിബ്ലിങ്സ് ഉണ്ടോന്ന്? ഓക്കെ, സിബ്ലിങ്സ് എനിക്കാരുമില്ല. ഞാൻ ഇന്നലെ കൂടെ കരഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴോട് പറഞ്ഞതാ, ദക്ഷിണയുടെ ഒരു കുഞ്ഞിനെ കണ്ട് ഞാൻ വേറെ കുഞ്ഞുങ്ങളുടെ പിക്കൊക്കെ ഇങ്ങനെ രാത്രി എടുത്തിച്ച് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞ്. എന്നിട്ട് പറഞ്ഞു എനിക്ക് അനിയനത്തി ഇല്ല എന്ന് അമ്മയടുത്ത് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് ഇമോഷണലായി. എനിക്ക് കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾ പ്ലീസ് ദയവ് ഇത് ഇങ്ങനെ ഒറ്റ മക്കളാക്കി വളർത്തരുത്. അതിന്റെ ഒരുപാട് സൈഡ് എഫക്ട്സ് വരും. 5 മക്കൾ ഗൈസ്. അമ്മ ഇന്നലെയും പറഞ്ഞു മോളൊരു കാര്യം അമ്മയ്ക്ക് വെച്ചിട്ട് വളർത്താൻ. മോളൊരു കാര്യം ചെയ്യും, ഇനിയിപ്പോ എന്തായാലും അനിയനീതി ഇല്ല, ഇത്ര ഏജ് ആയിട്ട് ഇനി എന്തിനാ
ഇനിയിപ്പോ മോള് ഒരു 5 മക്കളെ പ്രസവിച്ചിട്ട് 3 അമ്മയ്ക്ക് വളർത്താൻ കൊടുക്കണം, 2 ഞാൻ വളർത്തിക്കണം. അമ്മയ്ക്ക് ഒരിക്കലും വളർത്താൻ കൊടുക്കൂല ഗൈസ്, എന്റെ കുഞ്ഞുങ്ങളെ കൊന്നു വെക്കോടെ. സോ അതാണ് എന്റെ ലാസ്റ്റ് പ്ലാൻ. ഇപ്പം ഇനി അതേ ഉള്ളൊരു ലക്ഷ്യം. എന്ത് ചെയ്യാനാ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് അനിയനും അനിയത്തിയൊന്നും ഇല്ലാത്തതിന്. അത് ഈ ഒറ്റ മക്കൾക്ക് ആ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും. അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കില്ല. ചിലവർക്ക് അനിയനും അനിയത്തി വേണ്ട. എന്റെ വീട്ടിലെന്ന് പറയുമ്പോൾ ഞാനും അച്ഛനും അമ്മയല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛനും അമ്മയും പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ അലോൺ ആയിരിക്കും. അലോൺ ബട്ട് ഹാപ്പി. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്ക് കൂടെ കളിക്കാനോ സംസാരിക്കാനോ അങ്ങനൊന്നും ആരുമില്ല. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായോ? എന്റെ സ്വഭാവം എങ്ങനെ ആരും ഇല്ല കൈസ്, എനിക്ക് ആരുമില്ല. ഇത് കണ്ട ആർക്കെങ്കിലും ഒരു കുഞ്ഞുവാവ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഡൊണേറ്റ് ചെയ്യുമോ? കൊണ്ട് പോലെ വളർത്തിക്കോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുവാളെ, ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ കൂടെ പോയാലും ചെന്ന് പിടിക്കാനൊക്കെ നോക്കും. പക്ഷെ ഇവളുമാരത് സമ്മതിക്കൂല. ഏതോ അമ്പലത്തിൽ പോയ കൃഷ്ണന്റെ കൃഷ്ണനൊക്കെ എടുത്ത് വെച്ച് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ ചെന്നതെന്ന് വെച്ചാൽ അവിടെ ഫീഡ് അവിടെ ആയിരുന്നു. കുഞ്ഞുങ്ങൾ പാല് കൊടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ അപ്പോഴത്തേക്കിനും അവിടെ ഇല്ല അവിടെ ആണെങ്കിൽ പുറത്തെന്ന് പറഞ്ഞാൽ ഈ പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അവിടെ ഇരിക്കുന്നത്, ഫുള്ള് കുഞ്ഞുങ്ങള്. എനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനല്ലേ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇല്ല, എനിക്ക് തൊടാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ കണ്ണ് നിറയും. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ഗൈസ്, സത്യം എവിടെ നിന്നും കരഞ്ഞു. അപ്പൊ സെക്യൂരിറ്റി വന്നിട്ട് ചോദിച്ചു എന്തോ മോളെ എന്ത് പ്രശ്നമെന്ന് ചോദിച്ചു. ഇല്ല, അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്തോ പ്രശ്നമെന്നൊക്കെ ചോദിച്ചു. അവരിങ്ങനെ പേടിച്ചു പോയി. അപ്പൊ അമ്മ പറഞ്ഞു ഒന്നുമില്ല മോക്ക് സഹോദരങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടാൽ പെട്ടെന്ന് ഇറങ്ങിയതാന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഓരോ കുഞ്ഞുങ്ങളെ സൗണ്ട് ഇങ്ങനെ എന്റെ കാതിലിങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുമാതിരി ഫീൽ ചെയ്തു. ഭയങ്കര വിഷമം വന്നു എനിക്ക്. ഞാൻ കരഞ്ഞോടെ നിന്ന്. പിന്നെ അമ്മ ഇങ്ങനെ എന്റെ കരഞ്ഞുകൊണ്ട് അമ്മ ഒരു കുഞ്ഞിന്റെ അടുത്ത് കൊണ്ട് പേരൻസിന്റെ അടുത്ത് അമ്മ ഇങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് മോക്ക് ഇങ്ങനെ അനിയനും അനിയത്തിയൊന്നും ഇല്ലാത്ത കുഞ്ഞിനെ അത് കളിപ്പിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച്. അപ്പൊ ഇങ്ങനെ അമ്മ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു തരുവാണേ. ഞാൻ പക്ഷെ എനിക്കതിനെ കളിപ്പിക്കാനോ അത് എനിക്കത് മിണ്ടാനോ ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അതിനെ എടുക്കുന്നത് ഭയങ്കര ഇമോഷണൽ. എനിക്ക് പറയുമ്പോൾ തന്നെ ഇമോഷണൽ ആയി പോവുക. കാരണം കരഞ്ഞോണ്ടാണ് എടുക്കുന്നത്. എനിക്ക് അതിൻ്റെ അടുത്തൊന്നും ചിരിച്ചോ ഒന്നും വാവേന്ന് വിളിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ടിരിക്കുക. ആ വീട്ടുകാർ ഇങ്ങനെ എന്നെ നോക്കുമ്പോൾ ഭയങ്കര വിഷമമായി അവർക്ക്. പിന്നെ വേറൊരു വാവയെ കൈ കണ്ട് കൃഷ്ണന്റെ കണക്ക് ഇങ്ങനെ ക്യൂട്ട് വാവ. അത് ഞാൻ ഇങ്ങനെ കരയുവാന്നേ. അവ ഇങ്ങനെ എന്നെ നോക്കുക, ഇങ്ങനെ കിടന്ന് നോക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ആ വാവന്റെ അമ്മയെ നോക്കുന്നു, എന്തിനാ കരയുന്നേന്നായിരിക്കും. അങ്ങനെ കുറെ കുഞ്ഞുങ്ങള്. പിന്നെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് ഫുള്ള് എനിക്കൊരു അനിയനനിയത്തെ തരണേന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അച്ഛന്റെ അമ്മയുടെ നടുക്കാണ് കിടക്കുന്നത്. പേരൻസ് ഒക്കെ റീൽസ് ചെയ്യാൻ സപ്പോർട്ടാണോ അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫുള്ള് റീൽസ് അഡിക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുന്നതൊന്നും വീട്ടുകാർക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് റീൽസ് ചെയ്യുന്നത്. അതിപ്പോ അച്ഛനമ്മയും വീട്ടിലില്ലാത്തപ്പോഴേക്കാണ് റീൽസ് ഒക്കെ എടുക്കുന്നത്. ചെയ്യുമ്പോ 5-6 എടുത്ത് ഒരുമിച്ചങ്ങിടും കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ ഒരുമിച്ചങ്ങിടും. പിന്നെ അമ്മയുടെ കൂടെയൊക്കെ ഇടയ്ക്ക് റീൽസ് എടുക്കാറുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടോ. അമ്മേൻ്റെ കൂടെ വന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റീൽസ് എടുക്കാം. പിന്നെ അമ്മയുടെ ഇങ്ങനെ ഞാൻ പറയും അമ്മ ഇത്ര റീച്ചൊക്കെ പോയി ലൈക്കൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം എന്നിങ്ങനെ പറയും. അപ്പൊ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കും. അല്ലാതെ ഫുള്ളി ഇത് എടുക്കുന്ന ഇഷ്ടമല്ല. ചിലപ്പോൾ എൻ്റെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ തറയിടും കേട്ടോ. ഒരുപാട് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. റീൽസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്. യൂട്യൂബ് ഇടുന്നതും റീൽസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആണ്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചാർജറൊക്കെ എടുത്താട്ടെ. ഇങ്ങനെ എറിയുന്നത് ഞാൻ ക്യാച്ചൊക്കെ പിടിക്കും. ഫ്രിഡ്ജിന്റെ മണ്ടേരെ പോയി പിന്നെ ആർട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിന്റെ വെർത്ത് പരിശോധിക്കണം. അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുള്ളൂ എന്റെ ഫോണിന്റെ ഒരു കാര്യം. സോ ഗൈസ് പിന്നെ വെർജിൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വേറെ രീതിയിലൊന്നും തിങ്ക് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല അതിലുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ എല്ലാവരും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒരു സൈഡാണ് അതിന്റെ കാണുന്നത്. നമുക്ക് അതല്ലാതെ എത്രയോ മനോഹരമായ വേറെ സൈഡുകളുണ്ട് ഗൈസ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കണം. ആൻഡ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതൊക്കെ വെറും വൾഗറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആര് ചോദിച്ചാലും. സോ ഇങ്ങനെയൊന്നും ആർക്കും ചോദിക്കാൻ പാടില്ല ഗൈസ്. പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ആണ് ഓക്കെ എന്ന് പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഓക്കെ. പിന്നെ അടുത്തത് വിൽ യു അക്സെപ്റ്റ് മൈ റിക്വസ്റ്റ്? ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. ആരാന്ന് പറഞ്ഞാൽ മതി, എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഫാൻസിന്റെ കാര്യം.
പിന്നെ വാട്ട് ആർ യു ഡൂയിങ് ടു ഡു ടുമോറോ, പിന്നെ വാട്ട്സ് യുവർ പ്ലാൻ ദിസ് വീക്കെൻഡ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്യാറുള്ളത്. എനിക്ക് അപ്പം മീൻസ് അപ്പം എന്ത് തോന്നുന്നു അതങ്ങ് ചെയ്യും. ഞാൻ ഇപ്പം എന്തെങ്കിലും തോന്നി ഞാൻ അന്നേരം അങ്ങ് ചെയ്യും. അല്ല ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാറില്ല. സോ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല. ഓക്കെ, ആദി നിന്റെ ലൊട്ടത്തരമൊക്കെ സന്ധ്യാമ്മയോട് പറയട്ടെ. സോ ഇത് ചോദിച്ചത് ആരാന്ന് എനിക്ക് അറിയാം. ഈ ഒരു സെന്റൻസ് കണ്ടാലേ എനിക്ക് മനസ്സിലാവും. സോ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കുന്നതായിരിക്കും ഗൈസ്, പറയില്ല കേട്ടോ. പിന്നെ എന്താ മോളൂസെ ജാടയാണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടേക്ക്. പിന്നെ വി ഹാവ് ടു പ്ലേ ട്രൂത്ത് ഓർ ഡെയർ, കളിക്കാമല്ലോ. ഓക്കെ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ഇഷ്ടമാണ്, പിന്നെ എനിക്ക് സോഷ്യോളജി ഇഷ്ടമാണ് ഗൈസ്. സോഷ്യോളജി എനിക്ക് കൂടുതലും ഇഷ്ടം. കാരണം സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സൊസൈറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. എനിക്ക് അത് കുറച്ചുകൂടെ ഇങ്ങനെ സൊസൈറ്റിയുടെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് എടുക്കാനാണ് പ്ലാൻ? ഡിഗ്രിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സോഷ്യോളജിയാണ് ഇഷ്ടം. പിന്നെ സോഷ്യോളജി അധികം കോളേജിലൊന്നും ഇല്ല. ഞാൻ TVM നോക്കുവാണ്, പക്ഷെ അവിടെ എല്ലാ കോളേജിലൊന്നും ഇല്ല. പിന്നെ അതുള്ളതെന്ന് വെച്ചാൽ MG കോളേജിലുണ്ട്, ചെമ്പഴന്തി, പിന്നെ കാഞ്ഞിരംകുളം, അങ്ങനെ 2-3 സ്ഥലത്തേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എനിക്ക് ആ സബ്ജക്റ്റ് കിട്ടുന്നില്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിലോ മാർവിയാൻസിലൊക്കെ ഇഷ്ടമായിരുന്നു കിട്ടാൻ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ആ കോളേജിൽ ആ സബ്ജക്റ്റ് ഇല്ല. ആ സബ്ജക്റ്റ് ഉള്ളത് നല്ല കോളേജൊന്നും അല്ല. സോ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാലും BA സോഷ്യോളജി എടുക്കാനാണ് പ്ലാൻ. അടുത്തത്, വേറെ പണിക്ക് വല്ലതും പൊക്കൂടെ? ഇത് ഞാൻ എൻ്റെ സ്ഥിരം പണിയായിട്ടൊന്നും എടുത്തിട്ടില്ല ഗൈസ്. എന്നാലും എനിക്ക് വേറെ പണിക്കോ പറ്റൂ. ഇതൊക്കെ നമ്മളൊരു ടൈം പാസ് ആയിട്ട് സൈഡിൽ കൂടെ കൊണ്ടുപോകാനേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഞാൻ സ്ഥിരം പണിയായിട്ട് എടുത്തിട്ടില്ല. ഇനി എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തത്, നീ അതിന് എന്നാ യൂട്യൂബ് തുടങ്ങിയത്? ഓക്കെ, യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തതാണ്. പിന്നെ ഷോർട്സ് ഒക്കെ ഇടും. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ നമുക്ക് ഐഫോൺ ഇല്ലടാ. നമുക്ക് ഇപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടാണ്, ഐഫോൺ അതെല്ലാം അപമാനിക്കാൻ അവളെ ഞാൻ അപമാനിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഫോൺ ഇല്ലാത്തോണ്ടാണ്. എനിക്ക് ഐഫോണോട് വലിയ താല്പര്യം ഇല്ലാത്തോണ്ടാണ്. കിട്ടാത്തോണ്ടല്ല, എനിക്ക് അമ്മ വേണമെങ്കിൽ എപ്പോഴും മേടിച്ചിരിക്കും. അമ്മ പറയും എനിക്ക് വേണോ ചോദിക്ക്. വേണ്ടാത്തോണ്ട് സോറി. സാംസങ് അടി ഗൈസ്. പിന്നെ എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഓക്കെ ആയിട്ടുള്ള ആരും ഇല്ല സത്യത്തിൽ. എല്ലാ കാര്യവും ഓക്കെ ആയിട്ടുള്ള ആരും കാണില്ല. ഞാനും അതേപോലെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കാണും എല്ലാവരുടെ ജീവിതത്തിലും. ആൻഡ് നമ്മളതൊക്കെ ഒരു സൈഡിൽ കൂടെ കളയും, നമ്മളിങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയൊന്നും എപ്പോഴും ഓക്കെ ആയിട്ടുള്ള ആരും കാണില്ല ഗൈസ്. ഞാൻ തന്നെ ഇപ്പോഴും ഓക്കെ അല്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നില്ലേ വീഡിയോ? ഞാൻ സന്തോഷിക്കുന്നില്ലേ? നിങ്ങൾ അത് ഇടയ്ക്ക് വരുന്നേ ഗൈസ്. പിന്നെ ദ വേഴ്സ്റ്റ് ട്രബിൾ യു ഗോ ഇൻ ടു ആസ് എ കിഡ്, അങ്ങനെ ചോദിച്ചാല് അയ്യോ യെസ്, ഇവളെ ഒരു ദിവസം കിഡ്നാപ്പ് ചെയ്യാൻ നോക്കി. കിഡ്നാപ്പല്ല, മോഷ്ടിക്കാൻ നോക്കി ഗൈസ്. കുഞ്ഞിലേ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റോ സെക്കൻഡോ ക്ലാസ്സിലെങ്ങാണ്ട് പഠിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. അന്നേ ബുദ്ധി ഉണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിയായിരുന്നു. എനിക്ക് അന്ന് നല്ല ബുദ്ധിയായിരുന്നു, ഇപ്പൊ അതില്ല. അതാണ് എനിക്ക് ഓക്കെ. അന്ന് ഈ ചേട്ടൻ ഇങ്ങനെ വന്ന് എനിക്കൊരു ഫോൺ തന്നു. ഞാൻ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് വന്ന് എന്റെ ഇങ്ങനെ പൊട്ടിച്ച് നൈസായിട്ട് പൊട്ടിക്കുവാണേ. അപ്പൊ ഞാൻ അവിടെ അലറി. ആ ചട്നിയിൽ ഒരു കത്തി ഇരിപ്പുണ്ട്. അത് വെച്ച് ഇത് ഫേക്ക് ആയിട്ടുള്ള കഥയൊന്നും കേട്ടോ, എന്റെ റിയൽ സ്റ്റോറിയാ. അപ്പൊ ആ ചേട്ടനെ കുത്തുവന്ന് എനിക്ക് അന്നേ ഒരു എന്റെ ബുദ്ധി നോക്കണേ. അപ്പൊ ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്ന്. അപ്പൊ ആ ചേട്ടൻ നൈസായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് അതിന് ഇങ്ങനെ കത്തി കാണിച്ച് മിണ്ടേ പോന്നേ. അതുകൊണ്ട് ഞാൻ അവിടെ മിണ്ടാതിന് ആ ചേട്ടൻ മലയെ കൊണ്ടങ്ങ് പോയി. മൊബൈലും തട്ടിപ്പറിച്ചങ്ങ് പോയി. അപ്പൊ ഞാൻ കുഞ്ഞല്ലേ, എനിക്കിതൊന്നും മനസ്സിലായില്ല. അമ്മയച്ഛനൊക്കെ വന്നപ്പോ ഇങ്ങനെ മാല എവിടെയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പോലീസ് കേസായി, അങ്ങനെ ഇതായി. ആ ചേട്ടനാണെങ്കിൽ അന്ന് തന്നെ പോയി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി മൊട്ടയടിച്ചു. കാരണം ഞാൻ കുഞ്ഞല്ലേ, പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ കണ്ടാൽ. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്റെ ബുദ്ധി വെച്ച് ഞാൻ മനസ്സിലാക്കി കേട്ടോ. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറെ പേരെ ഇങ്ങനെ നിർത്തി. ആ ചേട്ടനെ ഇങ്ങനെ നടുക്ക് നിർത്തി. ആരാന്ന് അറിയണമല്ലോ, ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് പോലീസിന് അറിയണ്ടേ.
സോ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും കാണിച്ചു തരുവാ. ഞാൻ കറക്റ്റ് ആ ചേട്ടനെ തന്നെ കാണിച്ചു കൊടുത്തു, ഇതാന്ന് പറഞ്ഞു. ആ ചേട്ടൻ കുറെ എടുത്ത് അടിച്ചൊക്കെ ചെയ്തു ഗൈസ്. എന്നിട്ട് എൻ്റെ മാലയൊക്കെ കിട്ടി. എൻ്റെ മാല കിട്ടിയില്ല, എൻ്റെ മാല ആ ചേട്ടൻ വിറ്റുപോയി. അപ്പം വേറെ പുതിയ മാല എനിക്ക് മേടിച്ചു തന്നു. അങ്ങനെ അതൊക്കെ പോയി. പിന്നെ അവർ ഈ നാട് വിട്ടേ പോയി. ഞാൻ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. സോ ഓക്കെ, എവിടെയെങ്കിലും ആ ചേട്ടൻ ഇത് കാണുന്നുണ്ടാവോ എന്തോ എനിക്കറിയത്തില്ല. വളരെ കുഞ്ഞായിട്ട് നടന്ന കാര്യമാണ്. അപ്പം എനിക്ക് നല്ലപോലെ ആ ചേട്ടൻ്റെ ഫേസ് പോലും ഇപ്പോൾ ഓർമ്മയില്ല, ആരാന്ന് പോലും എനിക്കറിയത്തില്ല. സോ അതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ട്രബിൾ, ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യം. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ളത്, ആളൊരു കൊച്ചു സൈക്കോ ആണല്ലോ. കറക്റ്റ്. നിന്നെ അറിയാവുന്ന ആരോ ഞാൻ എന്നെ കണ്ടിട്ടോ അല്ലെ ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ സൈക്കോ എന്ന്? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നി പറ, എന്റെ മുഖത്തോക്കി പറ നിങ്ങള്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ചിലർ പറയുന്നത് എനിക്ക് ഭ്രാന്താണ്. സോ എൻ്റെ കൂടെ ഉള്ളവർ എന്നെ പറയാം എനിക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ ഓവർകം ചെയ്യും. ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. നമുക്ക് കുടുംബമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് കുറച്ച്. അതുകൊണ്ടുള്ള പിന്നെ ഫിൽറ്റർ കുറച്ചുകൂടെ നന്നായിരിക്കും. ഫിൽറ്റർ ഞാൻ മോസ്റ്റ് വീഡിയോസ് ഫുൾ എല്ലാം ഞാൻ ഫിൽറ്റർ ഇല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം എനിക്ക് ഫിൽറ്റർ വേണം. കാരണം ഫിൽറ്റർ എൻ്റെ ജീവനാണ് ഗൈസ്. ഫിൽറ്റർ വിട്ട് ഒരു കളിയില്ല. ഫിൽറ്റർ ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കത്തില്ല, മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട, ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഫിൽറ്റർ ഇട്ട് എടുക്കും. സോ ഇപ്പൊ ഫിൽറ്റർ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഐഫോണിൽ എടുക്കുവാണെ അർഫാനെ ചെയ്യും. പ്രൊമോഷനാണ്. വേറെ ഐഫോൺ ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. വീഡിയോ എടുക്കാൻ സമീപിക്കുക. അർഫാനെ ചെയ്യും തടിക്കാട്. മതി. ഓക്കെ, പിന്നെ കുറെ ചോദ്യങ്ങള്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡാണ് എനിക്ക് വലുത്. ഓക്കെ, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. തിരിച്ചു കടിക്കാത്ത എല്ലാം ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ബിരിയാണി ഇഷ്ടം. എല്ലിഷ്ടം. ചിക്കനൊക്കെ കഴിച്ചിട്ട് എല്ല് ഞാൻ കടിച്ചു പൊടിച്ചത് ഒരു ദിവസം പൊടിയാണ്. ഒരു ദിവസം എന്റെ തൊണ്ടയിൽ അങ്ങനെ ചിക്കന്റെ എല്ല് കുടുങ്ങി കേട്ടോ. നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അൽഫാം കഴിച്ചിട്ട് ആ എല്ല് ഞാനാണിങ്ങനെ പൊട്ടിച്ചിട്ട് ആ എല്ലിങ്ങനെ പൊടിയാക്കും. സോ ആ എല്ല് എന്റെ തൊണ്ടയിൽ കുരുങ്ങിയിരുന്നു. പിന്നെ ഞാൻ ചോറിട്ട് വിഴുങ്ങി, പഴം വിഴുങ്ങി, ഒരുപാട് വിഴുങ്ങിയിട്ടാണ് അത് പോയത്. സോ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഫുഡ് എനിക്ക് ബിരിയാണി ഇഷ്ടം, അൽഫാം ഇഷ്ടം, അങ്ങനെ എല്ലാം ഇഷ്ടം. എനിക്ക് ചോറില്ലാത്ത ഒന്നുമില്ല. പിന്നെ ചോദിച്ചേക്കുന്ന ഇഷ്ടപ്പെട്ട കളറൊക്കെ ചോദിച്ചിട്ടുണ്ട്. കളർ എനിക്ക് ബ്ലാക്ക് ഇഷ്ട, പിങ്ക് ഇഷ്ട, ബ്ലൂ ഇഷ്ട, എല്ലാം ഇഷ്ട. ഓക്കെ, പിന്നെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം അത് ചോദിച്ചാൽ എനിക്ക് മാലദ്വീപ്സ് ഇഷ്ടമാണ് പോവാൻ. പറയാൻ പോയതാ. അറിയാം, എന്നെക്കാളും കൂടുതൽ എന്റെ കാര്യങ്ങൾ അറിയാവുന്ന എന്റെ ഫ്രണ്ടാണ് ബാക്കിലിരിക്കുന്ന ഈ വീഡിയോ എടുക്കുന്ന ആള്. ഒന്നുകൂടെ ഞാൻ പറയാം, അർഫാനെ ചീപ്പാണ്. പിന്നെ എന്റെ ദേവി ഇരിപ്പോണ്ട്, എന്റെ ദക്ഷിണ ഇരിപ്പോണ്ട്, എല്ലാരും ഉണ്ട് ഗൈസ്. അവരെല്ലാരും ഓരോന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന്, ഞാൻ ഒന്നും ഇടുന്നില്ല. പിന്നെ അച്ഛനും നീയും അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ വല്ല പണിക്കും പോക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പണിക്ക് പോകില്ലെന്ന് ആര് പറയുന്നു? നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ വീട്ടിലെ കാര്യം? ഓക്കെ, എങ്ങനെ അറിയാം? എൻ്റെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അമ്മയോട് ഇത്രയും സ്നേഹമുള്ള ആരാ? ഞങ്ങളെക്കാട്ട് ഇത്ര സ്നേഹമുള്ള ആരാ അത്? വീട്ടിൽ അതാ വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ ആരാണ് ഈ ചോദിക്കുന്നത്? നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു. Can I say something serious about you? You are a സുന്ദരി. വേണ്ട, എന്തു എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പറയുന്നത് കേട്ടോ. സുന്ദരിയാന്ന് എനിക്കറിയാം. സുന്ദരിയൊന്നും അല്ല, അത്ര സുന്ദരിയൊന്നും അല്ല. എന്ത് ഫിൽറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. പിന്നെ അത് എന്റെ ഒരു സീക്രട്ടാണ്. ജാസ്മിനെ എനിക്ക് ഇഷ്ടമല്ല. ജാസ്മിൻ ആരും പറയില്ല, ഞാൻ പ്രത്യേകിച്ച് പറയണം, എനിക്ക് ജാസ്മിനെ ഇഷ്ടമല്ല. ജിൻജപ്പൻ ഫാൻസ് അസോസിയേഷൻ അല്ല. എനിക്ക് ഈ നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ ഇത്രയും സീസൺ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഏതാണ് നിങ്ങൾ പറയണം, കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫസ്റ്റ് സീസൺ വന്ന സാബുവിനെ ഇഷ്ടം, പിന്നെ രജിത് സാറിനെ ഇഷ്ടം, റോബിനെ ഇഷ്ടം, പിന്നെ
അഖിൽമാരാർ എന്റെ ജീവനാണ്. അത്രയ്ക്ക് ഇഷ്ടം. പിന്നെ എനിക്ക് ഇത്രയും സീസൺ വന്നിട്ടില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? അഖിൽമാരാർ. അഖിൽമാരാറെ ഇഷ്ടം. പിന്നെ ഇപ്പം ജിൻഡോയെ ഇഷ്ടം. അർജുനും കുഴപ്പമില്ലാതെ കളിക്കുന്നു, കുഴപ്പമില്ല. അപ്പൊ അവരാരെങ്കിലും കപ്പ് കൊണ്ടുപോകും. പിന്നെ ജാസ്മിൻ എനിക്ക് കണ്ടുകൂടാ. ഓക്കെ, സത്യം പറയുന്നത്. ജാസ്മിന്റെ സ്വഭാവം കുളിക്കത്തില്ല. ജാസ്മിൻ മാത്രമല്ല, ജാസ്മിൻ പറഞ്ഞ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാട്ടോ. നമ്മളെല്ലാ ഗേൾസും ഒന്നും കുളിക്കത്തില്ല, അതൊക്കെ സത്യം തന്നെ. അത് ഞാൻ സമ്മതിക്കുന്നല്ലേ. അത് അവള് ഒരാഴ്ചയിൽ ഒരിക്കലും കുളിക്കുന്നത്. ചുമ്മാ എന്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും കുളിച്ചിട്ടില്ല. ശീലം തെറ്റിക്കാണെന്ന് ഞാൻ വിചാരിച്ച എന്നെ എപ്പോഴും അച്ഛനമ്മയും വഴക്ക് പറയും, നിനക്കൊന്ന് കുളിച്ചുകൂടെ എന്നും പറഞ്ഞു. അറഫ വന്ന് നിന്നപ്പം അറഫ ഒന്നും പറയുന്നില്ല, എന്നാലും അവര് വാച്ച് ചെയ്തിട്ടുണ്ട്. അറഫ ഒന്നും കുളിച്ചിട്ടില്ല മനസ്സിലായി. 2 ദിവസം ഞാൻ കുളിച്ചവിടെ വന്നിട്ട് 2 ദിവസം കൊണ്ടുപോകാൻ ഞാൻ കുളിക്കുന്നത് കണ്ട. ഞാൻ 2 ദിവസം കൊടുത്തോറും കുളിക്കും. പിന്നെ ഞാൻ എന്നും ദേഹം കഴിയും. തല നനയ്ക്കൂലെന്നേ ഉള്ളൂ. തല ഹെയർ ലോസ് വരും. അത് ഞാനാണെങ്കിൽ കൊച്ചിലെ തൊട്ടേ ഒന്നാമത്തെ മുടി ഇല്ല. 4 മുടിയുണ്ട്. എന്റെ മുടി ഇത്രയും പോവാൻ കാരണം ഞാൻ എന്നും കുളിച്ചോണ്ടാ. അപ്പൊ ഇനിയുള്ളവരെങ്കിലും ശ്രദ്ധിക്കണം, നിങ്ങൾ എന്നും കുളിക്കല്ലേ കേട്ടോ. കുളിക്കാനേ പാടില്ല. തല കഴുകാതിരുന്നാ മതി. കുളിച്ചോ ദേഹം കഴുകണം. വീട്ടുകാർ ഇറക്കി വിടും കേട്ടോ, എന്നെ ഒരു ദിവസം ഇറക്കി വിടണ്ടേ. സോ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുളിക്കണം. എന്നായിരുന്നു ലാസ്റ്റ് കുളിച്ചത്? ഞാൻ ഇന്ന് കുളിച്ചു കേട്ടോ. ഞാൻ ദേഹം കഴിയിട്ടൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്നും കുളിക്കാൻ പാടില്ല. മുടി നോക്കണം കേട്ടോ. പിന്നെ ഏറ്റവും റീച്ച് കിട്ടിയ വീഡിയോ ഏതാ? റീച്ച് കിട്ടിയത് ഇടയ്ക്ക് വെച്ച് ആയിരുന്നു, കുറച്ച് റീച്ച് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കിട്ടിയത് എനിക്ക് തോന്നുന്നു 4.2 M പോയിട്ടുണ്ട് ഒരു വ്യൂ. അത് ഒരു സിസ്റ്റർ കോട്ട് വരുന്നോണ്ടായിരിക്കും കുറെ ഷെയർ പോയിട്ട് കുറെ വ്യൂസ് തന്നെ പോയിട്ടുണ്ട്. സോ അത് എന്റെ സിസ്റ്റർ തന്നെയാണ് ഗൈസ്. യൂസ് ചെയ്യുന്ന ഫോൺ ഏതാ? ഫോൺ വന്നിട്ട് സാംസങ്ങിന്റെ A40. എന്നെക്കാട്ട് എന്റെ കാര്യങ്ങൾ അറിയുന്നത് പ്രമോഷൻ അതാണ് ഗൈസ് എന്റെ ഫോൺ. പിന്നെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതൊക്കെ ആ വീഡിയോസിൽ കാണാനുണ്ട്, നിങ്ങൾക്കറിയാം. എടുത്ത് കാണാൻ പോലെ എന്റെ വീഡിയോസ് ഒക്കെ. പിന്നെ കുറച്ചൊക്കെ ഞാൻ വേറെ എഡിറ്റേഴ്സ് ഒക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, കുറച്ച് പേര്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലതൊക്കെ അറഫയുടെ ഫോണിൽ ചെയ്തിട്ടുണ്ട്, ഐഫോണിന്റെ അടുത്തത്. ഓക്കെ, എല്ലാരും കേക്കണം. ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അവളുടെ കരിനാക്ക നിന്നെ ശരിയാണ്. ആരുടെ കരിനാക്കെന്ന് നമുക്കറിയാം. എന്റെ കരിനാക്കാണെങ്കിൽ അത് പഠിക്കത്തില്ല, ഇവളുടെ കരിനാക്കല്ല. പക്ഷെ ഇവിടെ പറയുന്നത് അത് നല്ല മനുഷ്യര് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പം പറഞ്ഞത് സ്കൂളിന്റെ മണ്ണിൽ ടാങ്ക്. ഫാൻസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചറിയാറുണ്ടോ? അങ്ങനെ ഇപ്പം ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ ഗൈസ്, എന്നെ കണ്ട് അങ്ങനെ വരാൻ. പിന്നെ കുറെ റിക്വസ്റ്റ് ഒക്കെ കുറെ വരുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര ഫാനാണ്, ഇഷ്ടം ഇത് പറഞ്ഞ് കുറെ വരുന്നുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് നോക്കത്തില്ല, നോക്കാനേ പറ്റില്ല. ചില മെസ്സേജൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ ചിലത് കഴിക്കില്ല, നമ്മളത് നോക്കാറില്ല. പിന്നെ കുറച്ച് 1-2 പേരൊക്കെ ഇങ്ങനെ പറയും ഭയങ്കര ഫാനാണെന്നൊക്കെ പറയും നേരിട്ട് കാണുമ്പോൾ. ഞാൻ ചെയ്യാനാത് പിന്നെ ലിലുമാര് നല്ലതൊന്നും കേൾക്കൂല. എന്നെ കുറിച്ച് എന്ത് കുറ്റം പറയാൻ കേട്ടെന്ന് വെച്ചാൽ വന്ന വേണ്ടിട്ടുണ്ടോ നിന്റെ അടുത്ത് ആരേലും? എന്റെ അടുത്തോ? ഇങ്ങനെ വന്ന വേണ്ടിട്ടുണ്ടോ? വീഡിയോസ് ഒക്കെ കാണും. എന്നെ അറിയാം. എടി 5 മിക്കുള്ളവർക്ക് എന്നെ അറിയാം. ഞാൻ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ, എന്നെ അറിയാം. മനസ്സിലായോ? പിന്നെ എന്നെ അറിയാം. അപ്പൊ പിന്നെ വന്ന് ഞാൻ വേറെ രീതി ഒന്നും ഇട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ അറിയില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്റെ റീൽസ് കണ്ടിട്ട് വരൂടെ? അതെ, അതാണ് എനിക്കൊരു വിഷമം. കാരണം എന്റെ പേരിലല്ല, ഞാനാണെങ്കിൽ എവിടെ ചെന്നാലും സന്ധ്യ ടീച്ചറുടെ മോളല്ലേ, സന്ധ്യ ടീച്ചറിന് സുഖമാണോ അങ്ങനെ ചോദിക്കുന്നത്, മോളല്ലേ അങ്ങനെയാ ചോദിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെ പേര് ഉണ്ടോ ചോദിക്കുന്നത്. ഇനി നോക്കൂ ഗൈസ്, ഭാവിയിൽ എന്റെ അച്ഛനമ്മ എന്റെ പേര് അറിയപ്പെടും. ആദിത്യയുടെ അച്ഛനും അമ്മയില്ലേ, ഇല്ല അവൻ എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കും ഗൈസ്. ഒരുപാട് അപമാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ അഭിമാനിക്കേണ്ടി വരും നോക്കോ.
ഫ്രണ്ട്സിന്റെ എല്ലാം ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന കാണാറുണ്ട്. ആർക്കെങ്കിലും കേക്ക് കച്ചവടമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും കേക്ക് കച്ചവടമോ ബേക്കറിയോ ഒന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മൾ ഇത്രയും പേർക്ക് നമ്മൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് എന്നൊരു രീതിയിൽ നമ്മളെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവരും നമ്മുടെ ഒരു ഹാപ്പിനെസ് ആണത്. നമുക്ക് അത്രയും ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേ ഒന്ന് സർപ്രൈസ് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഇരിക്കുന്ന വെച്ചാൽ അനഘയുടെ വീട്ടിലാണ് കേട്ടോ. അനഘയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ വന്നതാണ്. സോ അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ പുറകെ വരുന്നതായിരിക്കും. നമ്മുടെ ഒരു മെമ്മറീസ് ഹാപ്പിനെസ്. അതെ, നമുക്ക് എന്ന് ഇങ്ങനെ ഓർത്തിരിക്കാം ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ആ പിക്കും. നമ്മളൊക്കെ ഏത് നിലയിലെത്തിയാൽ നമ്മളിപ്പോ ആലോചിക്കും കുറെ പൈസ ചെലവാക്കുന്നു. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പൈസയല്ല വലുത്, മെമ്മറീസ്. അത്രയും വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടുകാരങ്ങ് അഴിച്ചിട്ടേക്കോണോ അങ്ങനെ ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അറിയാം നമ്മള് പേരൻസ് എല്ലാം ഫാമിലി ഫ്രണ്ട്സ് ആണ്, കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത്. അത് മാത്രല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പൈസ ഒന്നും നമുക്കറിയാവുന്ന വലിയ എമൗണ്ട് ആയാൽ തന്നെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് ഷെയർ വരുമ്പോൾ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു അങ്കിളുടെ കടയിൽ കൊടുത്ത് നമ്മൾ എപ്പോഴും ഫ്രെയിം ചെയ്യുന്ന വിഷ്വൽ സ്റ്റുഡിയോ. സോ അവിടെ നമ്മൾ എല്ലാം ഫ്രെയിം ചെയ്യും. അവിടെ ഫ്രെയിമിനൊക്കെ നല്ല വില കുറവാണ്. എല്ലാരും അവിടെ പോകണം. ഫ്രെയിം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഫ്രെയിം ചെയ്തുകൊണ്ട് വന്നു. സോ നിങ്ങൾക്ക് ഫ്രെയിമോ അങ്ങനെ ആൽബോ ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സതീഷ് അങ്കിൾ രേവതി വിഷ്വൽ മീഡിയ സോ സമീപിക്കുക. ഈ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരോട് എന്താണ് റിയാക്ഷൻ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ എന്റെ വീഡിയോസിന് അധികം നെഗറ്റീവ് കമന്റ്സ് വരാറില്ല. കാരണം ഞാനൊരു നല്ല കുട്ടിയാണ്, നല്ല മനസ്സിനുടമയാ. പിന്നെ എൻ്റെ ഒരു കുഞ്ഞു മനസ്സാ. അതുകൊണ്ട് അധികം കമന്റ്സ് വരാറില്ല. പിന്നെ അഥവാ എന്തെങ്കിലും വന്നാലോ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഈ പറയുന്നവരുടെ ചെലവിനൊന്നും അല്ല ഞാൻ കഴിയുന്നത്. സോ എനിക്കതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ബോധേഡാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടുകളയും. സോ നമ്മളിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ വെറുതെ അടി ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ വില പോകുന്നതല്ല. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? സോ അങ്ങനെ ഞാൻ ആവശ്യമില്ലാതെ എങ്ങും കയറി അടി ഉണ്ടാക്കാറില്ല. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചൊറിയുവാണെങ്കിൽ ഞാൻ നല്ലപോലെ മാന്തി അങ്ങ് വിടും. ഓക്കെ, ബാക്കിയെല്ലാം ഇവളുമാര് മേടിച്ചോളും. ഞാൻ ഒന്ന് ഇറങ്ങി കൊടുത്ത ഇവളുമാര് ബാക്കി അടിപൊളി എല്ലാം മേടിച്ചോളും. ഞാൻ അങ്ങനെ വെറുതെ അങ്ങോട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല. ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞു. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി എങ്ങനെ വെറുതെ ഉണ്ടാക്കില്ല. ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്ന ഇനി ഇവളുമാര് പോയി ചീത്തവിടെ എല്ലാം. അപ്പോൾ എനിക്കത് ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ പാവം കൊച്ചല്ലേ, പിന്നെ എന്റെ അടുത്ത് ദേഷ്യം വരും. ഇവളെല്ലാം പോയി പിടിക്കും. എന്നിട്ട് അവസാനം എല്ലാം ഞങ്ങളോട് ദേഷ്യം. കാരണം എന്താണ്? എന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് ആരടുത്ത് എനിക്ക് അങ്ങോട്ട് ആരടുത്ത് ഒരു ദേഷ്യമില്ല. ഇനി ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് പേഴ്സണലി ആയാലും വരുവാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. അവളെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ അവള് അങ്ങനെ പറയാത്തൊരു ഇതാണ്. ഞങ്ങളായിരിക്കും കൂടുതൽ. ഇവളുമാരെന്ന് പറഞ്ഞാല് ഭയങ്കര അടിക്കാൻ വേണ്ടി എന്തുവേണം ഒന്ന് പറഞ്ഞു അടിയടിയാണ്. എന്തുവേണം പറഞ്ഞ അടിയടി അടിയടി എന്ന് പറഞ്ഞ അടിക്കാൻ നിൽക്കുന്നവള് പറയാം. ഞാൻ പക്ഷെ അങ്ങനല്ല. എനിക്ക് കുറച്ച് പോയ ചരിത്രം വരുന്നുണ്ട്. പുറത്തെടുത്താൽ നാറും, എല്ലാരും നാറും. അതുകൊണ്ട് നമ്മള് ചില മാന്യ വ്യക്തികളൊക്കെ. അടുത്ത സ്കിൻ കെയർ റൂട്ടീനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെ കുഞ്ഞിലെ തൊട്ടേ സ്കിന്ന് ശ്രദ്ധിക്കുന്ന ആളല്ല, മുടി ശ്രദ്ധിക്കുന്ന ആളല്ല, ഒന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. ഞാനൊരു മടിച്ചിയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വല്ലപ്പോഴും ഇങ്ങനെ മാസ്ക് ഒക്കെ ഇടും. പിന്നെ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ അർഫാനജി മാസ്ക് ഒക്കെ ഇട്ടത്. അങ്ങനെ അവള് മാസ്ക് ഒക്കെ ഇടും. അല്ലാതെ ഞാൻ അങ്ങനെ സ്കിൻ കെയർ റൂട്ടീനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്റെ സ്കിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒന്നും ചെയ്യുന്ന ആളല്ല. ബാലു ഹെർബൽസ് എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്? വീട്ടിൽ നിന്നൊന്നും തരില്ലേ? എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആവശ്യം പോലെ ഞാൻ കഴിച്ചാൽ മതി. അവർക്ക് ഫുഡൊക്കെ തരുന്നുണ്ട്. ഞാൻ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് മിക്കവാറും എനിക്കൊന്ന് പാരമ്പര്യമായിട്ട്. എന്റെ അച്ഛനൊക്കെ സ്കെൽറ്റാണ്, അമ്മ ഇച്ചിരി ഗുണ്ടുവാണ്, അച്ഛൻ സ്കെൽറ്റാണ്. സോ ആ പാരമ്പര്യം ഞാൻ എത്ര ഫുഡ് കഴിച്ചിട്ടും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. എന്റെ വീട്ടിൽ ഏറ്റവും ഫുഡ് കഴിക്കുന്ന ഞാനാ. ഫുഡ് കഴിക്കുന്നത് ഞാനാ. അങ്ങനെയല്ല, എനിക്ക് വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോഴോ ഞാൻ അവരുടെ കൂടെ ഫുഡ് കഴിക്കും. എനിക്ക് അത്രയും വിഷമം തീർക്കാൻ വേണ്ടി അത്രയും ഫുഡ് കൂടെ കഴിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്ത് ചെയ്യാനാ? സോ വണ്ണം വെക്കണമെങ്കിൽ എന്ത് ചെയ്യും പറഞ്ഞിരിക്കുക. ഇപ്പൊ എല്ലാരും സ്കെൽറ്റാണല്ലോ.
പിന്നെ കുറെ പേരിങ്ങനെ ഭയങ്കര സ്കെൽറ്റാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാലും എന്താ, പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. എത്ര ഫുഡ് കഴിച്ചാലും ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. എന്റെ തെറ്റല്ല കേട്ടോ ഇത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡ്രസ്സൊക്കെ എവിടുന്നാ മേടിക്കുന്നത്? ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ മീഷോന്ന് മേടിക്കാറുണ്ട് ചിലതൊക്കെ കേട്ടോ. മീഷോന്ന് മേടിക്കും. പിന്നെ ഇത് ഞാൻ ട്രെൻഡ്സിന്ന് മേടിച്ചതാണ്. ഇത് ഇട്ടേക്കാണ് ഞാൻ ട്രെൻഡ്സിന്ന് മേടിച്ചത്. ട്രെൻഡ്സിന്ന് മേടിക്കും, മീഷോന്ന് മേടിക്കും. പിന്നെ ഞാൻ വല്ലപ്പോഴും പിന്നെ സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ നോർമൽ കടയിൽ നിന്ന് ഞാൻ അങ്ങനെ എടുക്കുന്ന കുറവാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് അമ്മ പോയി എടുത്തിട്ട് വരുന്നതാണ്. ഞാൻ അമ്മയുടെ കൂടെ പോകാറില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, ഞാൻ ഇട്ടോളാം. ഓക്കെ. പിന്നെ മീഷോന്ന് ഞാൻ ഇങ്ങനെ കുറേ ഡ്രസ്സ് ഓർഡർ ചെയ്യും. പക്ഷെ വരുമ്പോഴത്തേനും അമ്മ പറയും വേണ്ടാന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് കൂടുതലും ഞാൻ മീഷോന്നാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പിന്നെ കുറേ പേര് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും മീഷോന്ന് എടുക്കുന്നതൊക്കെ ഇപ്പം ഇങ്ങനെ എന്താ കൊള്ളില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ അല്ല വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ഒരു 1 year 2 year ആയിട്ടൊക്കെ മീഷോന്ന് എടുത്തിട്ട് പോലും എനിക്ക് നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്ന അതേ മെറ്റീരിയലാണ്, വേറെ കുഴപ്പമൊന്നുമില്ലാതെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്ക് ട്രസ്റ്റ് ഉണ്ട് മീഷോയിൽ. മീഷോന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. ലൈസൻസ് ഉണ്ടോ? ഡ്രൈവ് ചെയ്യാൻ അറിയൂ? ലൈസൻസ് ഇല്ല, ഡ്രൈവ് ചെയ്യാൻ അറിയാം. അത് ഞാൻ ഇടയ്ക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 18 വയസ്സൊക്കെ ആയി. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയില്ല. നമ്മളിവിടെ ഇല്ലായിരുന്നു, വെക്കേഷന് ഫുള്ള് ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. ഇനി റീൽസൊക്കെ നിർത്തി പൊക്കൂടെ? നിർത്തി പോണോ? അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ഞാൻ പോണില്ല. ഞാൻ ഇനിയും റീൽസ് ഇടും. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ റീൽസ് ഇടും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ റീൽസ് ഇടും കേട്ടോ. എനിക്ക് ഇടാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ റീൽസ് ഇടും, നോക്കാറുണ്ട്. റീൽസ് ഇടാൻ നോക്കാറുണ്ട്. പിന്നെ നിർത്തി പൊക്കൂടെന്ന് ചോദിച്ചുകൊണ്ട് ശരി, ഞാൻ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ നിർത്തുക. ശരി എന്നാ, ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.